അതിലാണ് ഓരോ സംഭവം. ഞാൻ പറയട്ടെ, ചിലര് ദൈവവിശ്വാസം ഉള്ളവരാണ്, ചിലർ ദൈവവിശ്വാസം ഇല്ലാത്തവരാണ്. അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരു വ്യക്തി എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എപ്പോ ചെയ്യണം, എന്തിൽ വിശ്വസിക്കണം, എന്ത് പഠിക്കണം, എങ്ങോട്ട് പോണം, എവിടെ നിൽക്കണം, എവിടെ ഇരിക്കണം, എപ്പോ കല്യാണം കഴിക്കണം, എപ്പോ പ്രസവിക്കണം, എത്ര പിള്ളേരെ പ്രസവിക്കണം, ഏത് ജോലി എടുക്കണം, ഏത് ജോലിക്ക് എത്ര കാലം നിൽക്കണം, അത് കഴിഞ്ഞ് വേറെ ജോലി നോക്കണോ, ഫേസ്ബുക്ക് തുറക്കണോ, ഇൻസ്റ്റാഗ്രാം തുറക്കണോ, വാട്സപ്പ് തുറക്കണോ, ഡീആക്ടിവേറ്റ് ചെയ്യണോ, പിക്ക് ഇടണോ, പോസ്റ്റ് ഇടണോ, റീൽ ഇടണോ, ഇതൊക്കെ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഇഷ്ടമാണ്. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇതൊന്നും ചെയ്യാത്തവർ, അല്ലെങ്കിൽ ചെയ്തിട്ട് ഗുണമില്ലാത്തവർ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നുള്ള ബാക്കിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടൊക്കെ ഓരോരുത്തരുടെ മെക്കെട്ട് കയറുന്നത്. ലാലേട്ടൻ പറഞ്ഞ മാതിരി ഓരോരുത്തരുടെ പെർസെപ്ഷൻ ആണ് ഓരോരുത്തരുടെ ജീവിതം. അത് മറ്റൊരാളുടെ തലയിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര വൃത്തികെട്ട സ്വഭാവമാണ്. ഇവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ അക്സെപ്റ്റ് ചെയ്യണ്ട. അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആരും, അല്ലെങ്കിൽ ഇവരടക്കം അവരുടെ വീടിന്റെ മുന്നിൽ വന്ന് വിളക്കം പിടിച്ച് നിൽക്കുകയോ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം തരികയോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ റെന്റ് അടയ്ക്കോ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കോ ഒന്നും ചോദിക്കുന്നില്ല. അവരുടെ ഇഷ്ടത്തിന്, അവർ ചെയ്യാത്തൊരു തെറ്റിന് ഈ പഴികളെല്ലാം കേട്ട് അവരവരുടെ കാര്യം നോക്കിയിട്ട് പോവാണ്. അവര് ആരെയും കൊല്ലുന്നില്ല, ഒന്നും മോഷ്ടിക്കുന്നില്ല, സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, പാക്കായിട്ട് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാതെ ഇവരുടെ വിഷയം എന്താണ്? അപ്പൊ ചില ആളുകളുടെ വൃത്തികെട്ട ചിന്താഗതി, അയ്യേ എന്ന് പറയുന്ന ഇൻഡീപ്പ് വെറുപ്പാണ് ഇവരിലോട് പുറത്തോട്ട് വരുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാനും ലക്ഷ്മിക്ക് വോട്ട് കൊടുക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ അങ്ങനെ തന്നെ താക്കോല് കൊടുത്ത് അവിടെ ഇരുത്തണേണ് നല്ലത്. ദേ വോണ്ട് ചേഞ്ച്. അവരിലേക്ക് വരുന്ന മക്കൾ, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം, മുന്നോട്ടുള്ള അവരുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി ഉണ്ടാവും ഇതൊക്കെ മാറ്റി തിരുത്തി കൊടുക്കാനായിട്ട്. കുറച്ചെങ്കിലും അവർ മനസ്സിലാക്കുന്നു വിശ്വസിക്കാം. മനസ്സിലാക്കിയില്ലെങ്കിലും ഇവിടെ ഭൂമി കറങ്ങാതിരിക്കാനോ കാക്ക പറക്കാതിരിക്കാനോ ഒന്നും പോകുന്നില്ല. അതൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ പോകും. നമുക്കൊരു കമന്റ് സെക്ഷനിലോട്ട് പോവാം. ലക്ഷ്മി പറഞ്ഞത് നിന്റെയൊക്കെ വീട്ടിൽ എന്ന് തന്നെയാണ്. അത് അക്ബറിന്റെ ഉമ്മ പറഞ്ഞതിനോട് റിലേറ്റ് ആയിട്ടാണ്. ബട്ട് അത് മോഹൻലാൽ മാനിപ്പുലേറ്റ് ചെയ്ത് അക്ബറിന്റെ ഉമ്മ പറയാത്ത കാര്യമാകുന്നു. അക്ബറിന്റെ ഉമ്മ പറഞ്ഞത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. എങ്കിലും നൂറ അതിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലോ. പിന്നെ എന്തിനു മാനിപ്പുലേറ്റ് ചെയ്ത് അക്ബർ ആൻഡ് ഹിസ് ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യുന്നു? അപ്പൊ അതുപോലെ തന്നെ ആവില്ലേ അന്ന് കണ്ട പറയ സംഭവം? മോഹൻലാൽ ആൻഡ് ബീബി മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കില്ലേ? ആയിരിക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാനിപ്പുലേഷനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആക്ച്വലി ഇതിനകത്ത് ഇവർ ഈ മാനിപ്പുലേഷൻ കാര്യം പറയുന്നത് എന്തുകൊണ്ടാന്ന് അറിയാമോ? ഈ അക്ബർ തന്നെ അവിടെ സംസാരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബീബി മാനിപ്പുലേറ്റ് ചെയ്യാണ്, അക്ബറിന്റെ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാണ്. അതല്ല ലാലേട്ടന്റെയും ബീബി ടീമിന്റെ ആൾക്കാരുടെ പരിപാടി. മനസ്സിലായോ? മറ്റുള്ള വരുന്ന കണ്ടസ്റ്റൻസിനെയും അവരുടെ കുടുംബക്കാരെയും പ്രൊട്ടക്ട് ചെയ്യലല്ല. അപ്പം ഇതിനകത്ത് പറഞ്ഞു വരുന്നത് അക്ബറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അക്ബറിന് കപ്പ് കൊടുക്കും. അങ്ങനെ ഒന്നും കാണുന്നവർക്ക് എടുത്ത് കൊടുക്കാനുള്ളല്ലേ ഈ കപ്പ് എന്ന് പറയുന്ന സംഭവം. ശരിയാണ്, ലാലേട്ടൻ എന്തുണ്ടെങ്കിലും ആദ്യം അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അക്ബറിന്റെ മദർ ഓൾറെഡി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അത് മുക്കിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ ഇതുപോലെ ആയിരിക്കില്ലേ അടുത്ത് കഴിഞ്ഞതും. ദാറ്റ് മീൻസ് ഗിസയിലും ആര്യനായിട്ടുള്ള വിഷയം. അപ്പോ അവരുടെ ഒരു വീഡിയോ ഉണ്ട്, കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന കുറച്ച് ആളുകളോടാണ് എനിക്ക് ഈ കാര്യം പറയാനുള്ളത്. അവർ തന്നെ അത് വന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിലും വലുതൊന്നുമില്ല. സോ അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ പ്രശ്നങ്ങൾ ഇല്ലേ, എന്നാ പോയി കുറച്ച് പ്രശ്നം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകൾക്കാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ, ഞാൻ അക്ബറിന്റെ ഉമ്മയാണ്. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം, ഞാൻ എൻ്റെ മോനക്ക് ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് കുറച്ച് ദേഷ്യം കൂടിയ സമയത്തായിരുന്നു ഞാൻ അവനക്ക് വിളിച്ചത്. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ടതാണ്. അത് ഇപ്പോൾ ആദിലോടും നൂറാടും കൂട്ടുകൂടിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ് വന്നുള്ളത്. അതെങ്ങനെയാ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ആരോടും കൂട്ടുകൂടി കളിക്കണ്ടെന്ന് പറയുമ്പോഴത്തേനും ഫോൺ കട്ടായി. ഞാൻ ഇന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് പ്രേക്ഷകർ ഇപ്പോഴും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നുള്ളത്. കാരണം വൈൽഡ് ഗാർഡിൽ നിന്ന് ചെന്ന ലക്ഷ്മി അടക്കം ഇന്ന് ലാലേട്ടനോട് പറഞ്ഞ് അക്ബറിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വോയിസ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രേക്ഷകർ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നത്. ആ തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഇടുന്നത്, ഇതിൽ വീഡിയോയിൽ വന്നിടുന്നത്. അപ്പൊ ഞാൻ എൻ്റെ മോനാന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനം കൊണ്ടിട്ടിരിക്കുന്നതാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. ആ മക്കളിനെ എൻ്റെ അക്ബറിന്റെ പോലെ ഞാൻ കണക്കാക്കിയുള്ളത്. എനിക്ക് അക്ബർ വേറെ, ആ മക്കള് വേറെ ഞാൻ കണക്കാക്കിയിട്ടില്ല. അവരിനി ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മോൻ്റെ കൂടെ അവരെൻ്റെ വീട്ടിലേക്ക് വരുന്ന വിശ്വസിച്ചിരിക്കുന്ന ആളാണ് ഞാൻ എല്ലാവരും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ മോന് ഞാൻ അതാ പഠിപ്പിച്ചിട്ടുള്ളൂ, എല്ലാവരും സ്നേഹിക്കാൻ. എല്ലാവരും സ്നേഹിക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരും തെറ്റിദ്ധാരണ മനസ്സിൽ മാറ്റുക. വേറെ രീതിയിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്
മേ ബി ആരുമായിട്ടും ഗ്യാങ് ആയിട്ട് നിന്ന് കളിക്കണ്ടാൻ പറഞ്ഞാൽ നീ ഒറ്റയ്ക്ക് കളിക്കുക എന്നുള്ള രീതിയിൽ ഒരു അമ്മ മോന് കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണിത്. അതിന് ഈ ഒരു രീതിയിൽ പിക്ചറൈസ് ചെയ്ത് ലൈക്ക് വേറൊരു കഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ ഈ ഒരു മെസ്സേജിനുള്ള മറുപടി ഞാൻ തന്നു എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.